എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. നിങ്ങളിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ടിപ്സൊക്കെ വീഡിയോയിൽ കാണാറുണ്ട്. അപ്പോൾ തന്നെ അറിയാം, ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇതൊക്കെ ഒന്ന് റെഗുലറായിട്ട് ചെയ്ത് പരിശീലിക്കാൻ ഒട്ടും സമയമില്ല. അതായത് വീട്ടിൽ തന്നെ ഒരുപാട് ജോലിയുണ്ട്, പിന്നെ കുട്ടികളെ നോക്കണം, ജോലിക്ക് പോകണം. അപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചും ഇംഗ്ലീഷിൽ എഴുതിയും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പ്രയാസമാണ്. നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എത്ര ബിസി ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് നമ്മൾ തിരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബോണസ് ടിപ്പും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ അറിയിക്കുമല്ലോ. ഓക്കെ, നമ്മളിൽ പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് കേൾക്കാറില്ലേ? അപ്പോൾ ഒരു പാട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമായെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കും അല്ലേ? അങ്ങനെ ഒരേ പാട്ട് തന്നെ പലതവണ കേട്ട് കഴിഞ്ഞാൽ എന്താ ശരിക്കും സംഭവിക്കുക? 1-2 പ്രാവശ്യമൊക്കെ കേട്ട് കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ട്യൂൺ അനുസരിച്ച് അവിടെയും ഇവിടെയും ഒക്കെ മൂളാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് 1-2 വാക്ക് കൂടെ പാടാനും തുടങ്ങും അല്ലേ? ഇങ്ങനെ കുറച്ച് ദിവസം കേട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ശ്രമവും ഇല്ലാതെ തന്നെ ആ പാട്ടിലെ വരി മുഴുവൻ നമുക്ക് കാണാപ്പാടമാകും. അതായത് ഈ പാട്ട് പഠിക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു സമയം മാറ്റി വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒട്ടും സമയം മാറ്റിവെക്കാനില്ലെങ്കിൽ ഇതേ രീതി തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്ന ഒരു ചാനലായതുകൊണ്ട് ഞാനിവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഏത് ഭാഷ പഠിക്കാനും ഈ രീതി നമ്മളെ സഹായിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു നല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ. ഒരു പാട്ട് കേൾക്കുന്ന പോലെ അത് കേട്ടുകൊണ്ടിരിക്കുക. ചിലത് വിട്ടുപോകും, ചിലത് കേൾക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനിയും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും ജോലിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് വേറെ വേറെ വീഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരേ വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കണം. അതാണ് വ്യത്യാസം. ആദ്യം വെറുതെ കേൾക്കണം. അടുത്ത പ്രാവശ്യം അതിൻ്റെ ഏതെങ്കിലും 1-2 വാക്കൊക്കെ ഒന്ന് കൂടെ പറയാൻ ശ്രമിക്കുക. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പം കുറച്ച് ദിവസം കഴിയുമ്പം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെത്താനെ പറയാൻ പറ്റും. അങ്ങനെ ഒരു വീഡിയോ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇതും ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ദിവസം കഴിയുമ്പം നമുക്ക് മറ്റുള്ളവരോട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസവും കിട്ടും. നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് കേട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ കേൾക്കണമെന്നൊന്നുമില്ല. ഏത് വീഡിയോയും ഇതുപോലെ കേട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എളുപ്പമല്ലേ ഇത്? ഇനി ഇത് കുറച്ചുകൂടെ സ്പീഡിൽ പഠിക്കാനായിട്ട് മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ബോണസ് ടിപ്പ്. ഒരു 5 മിനിറ്റ് വേണം അത് ചെയ്യാൻ, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു വീഡിയോ നമ്മൾ പല പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ കിട്ടത്തില്ലേ? അതിലെ ചില സെൻറ്റൻസ് ഒക്കെ കേൾക്കുമ്പം ആഹാ, ഇതൊരു നല്ല സെൻറ്റൻസ് ആണല്ലോ, ഇത് ഞാൻ ഇന്ന് തന്നെ ഇന്ന ആൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നാരോട് പറയാൻ പറ്റും. അങ്ങനെ ഇന്ന് പ്രയോഗിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻറ്റൻസ് ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. എന്നിട്ട് അത് ഇന്ന് തന്നെ ഉപയോഗിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ സെൻറ്റൻസും കുറിച്ച് വെക്കരുത്. സെലക്റ്റഡ് ആയിട്ടുള്ള 2-3 സെൻറ്റൻസുകൾ മാത്രം ഒരു ദിവസം കുറിച്ച് വെക്കുക. അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് കേട്ടോ. നമ്മളൊരു കാര്യം കേട്ടിട്ട് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതുകയാണെങ്കിൽ അത് മനസ്സിൽ തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എഴുതി വെക്കാനായിട്ട്. അത് ഉൾക്കൊണ്ടതിന് ശേഷം മറ്റ് സെൻറ്റൻസുകളും അതുപോലെ ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് ആർക്കായാലും എടുക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ നിങ്ങൾ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്ത് നോക്കിയിട്ട് എന്നോട് റിസൾട്ട് പറയണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പല ഭാഷകളും പഠിക്കാൻ ഉപയോഗിച്ച ഒരു രീതിയാണ്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് റിസൾട്ട് ഉറപ്പാണെന്ന് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുമല്ലോ.
ഇനി നമ്മുടെ ചാനലിൽ ഇടാൻ പോകുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇംഗ്ലീഷിൽ കേട്ടും പറഞ്ഞും പഠിക്കാനായി ഈ ചാനലിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് എന്നൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുമല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. Thanks for watching this channel. See you again and please stay safe.